എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ള കുറച്ച് വാക്കുകളാണ്. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പൊ ഇത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ കൂടിയാണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് അതിന് മുമ്പിലായിട്ട് കുറച്ച് വാക്കുകൾ കൂടി ആഡ് ചെയ്താൽ ഇത് ഈസി ആയിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ വാക്ക് നോക്കാം. സ്പീക്ക്. സ്പീക്ക്. സ്പീക്ക് എന്ന് വെച്ചാൽ ഹിന്ദിയില് ബോലിയേ, പറയൂ. സ്പീക്ക്, ബോലിയേ, പറയൂ. നമ്മളോട് ഒരാള് സംസാരിക്കാൻ നിൽക്കുവാണ്, അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറയുവാണ്, താങ്കൾ പറയൂ. അപ്പൊ എങ്ങനെ പറയാം? താങ്കൾ എന്നുള്ളതിന് ആപ്പ്. താങ്കൾ പറയൂ, ആപ്പ് ബോലിയേ. അപ്പൊ കുറച്ച് റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുമ്പോഴാണ് നമ്മള് ബോലിയേ, ലിഖിയേ, ഇയേ എന്നുള്ളത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബോലിയെ, പറയൂ. ഓക്കെ, അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിൽ നീ പറ അല്ലേ പറയുന്നത്. അപ്പൊ പറ എന്നാണെങ്കിൽ ബോൽ അല്ലെങ്കിൽ ബോലോ എന്നൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ബോലിയെ എന്ന് പറയുമ്പോൾ കുറച്ച് റെസ്പെക്ട് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഗോ, ജായിയേ. ഗോ, ജായിയേ, പോകൂ. ജായിയേ മീൻസ് പോകൂ. അടുത്തത് ഇനി പോകാൻ നമ്മൾ പറഞ്ഞു. ഇനി വരാനാണെങ്കിലോ കം. അതിന്റെ ഹിന്ദിയാണ് ആയിയേ. കം, ആയിയേ, വരൂ. നമ്മൾ ഏതെങ്കിലും ഷോറൂമിലോ ഏതെങ്കിലും പ്ലേസിലൊക്കെ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ അവര് നമ്മളെ കസ്റ്റമറായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മളോട് വരൂ, ഇരിക്കൂ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അവിടേക്ക് ഉപയോഗിക്കാവുന്ന വാക്കുകളാണിത്. ആയിയേ അല്ലെ, താങ്കൾ വരൂ എന്നാണെങ്കിലോ ആപ് ആയിയേ. അപ്പൊ കം എന്ന് പറഞ്ഞാൽ ആയിയേ, വരൂ എന്നാണ് അർത്ഥം. അടുത്തത് ഗവ്. ഗവ് എന്ന് വെച്ചാൽ എന്താണ്? ദീജിയേ. ഗവ്, ദീജിയേ. ദീജിയക്ക് രണ്ട് മീനിങ് ഉണ്ട്. തരൂ അല്ലെങ്കിൽ കൊടുക്കൂ. ഓക്കെ, മറ്റൊരാൾക്ക് കൊടുക്കാനാണെങ്കിൽ ഗവ് ദം അല്ലെ, അവർക്ക് കൊടുക്കൂ എന്നാണെങ്കിൽ എങ്ങനെ പറയാം? ഉൻകോ ദീജിയേ അല്ലെങ്കിൽ ഉസ്കോ ദീജിയേ എന്നൊക്കെ നമുക്ക് പറയാം. ഇനി എനിക്ക് തരൂ എന്നാണെങ്കിലോ മുജേ ദീജിയേ. തരൂ എന്നുള്ളതും കൊടുക്കൂ എന്നുള്ളതും ഇവിടെ അർത്ഥം വരുന്നുണ്ട്. അടുത്തതാണ് ടേക്ക്. ടേക്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ലീജിയേ. ടേക്ക്, ലീജിയേ, എടുക്കൂ. നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്, നമ്മളൊന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് നീട്ടിക്കൊണ്ട് പറയുവാണ്, താങ്കൾ എടുക്കൂ, ഒരു ആപ്പിൾ എടുക്കൂ അല്ലെ. ഈ 10 രൂപ എടുക്കൂ, അല്ലെങ്കിൽ എന്താണ് കയ്യിലിരിക്കുന്ന വെള്ളം എടുക്കൂ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ നീട്ടി കൊടുക്കുമ്പോ എങ്ങനെ പറയണം? ടേക്ക് ഇറ്റ് അല്ലെ. ഇതെടുക്കൂ എന്ന് പറയുമ്പോ ലീജിയേ, യ ലീജിയേ. ഇതെടുക്കൂ, യ ലീജിയേ. ആപ്പിൾ എടുക്കൂ, സേബ് ലീജിയേ. വെള്ളം എടുക്കൂ, പാനി ലീജിയേ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എടുക്കൂ, ലീജിയേ. അടുത്തതാണ് റൈറ്റ്. എന്തെങ്കിലും എഴുതാൻ പറയുവാണെങ്കിൽ നമുക്ക് ലിഖിയേ എന്ന് പറയാം. എന്താണ്? ലിഖിയേ. ഇപ്പൊ കവിത എഴുതാൻ പറയുവാണെങ്കിൽ കവിത ലിഖിയേ, കവിത എഴുതൂ, റൈറ്റ് ദ പോയം. ഇനി അതിന് പകരം ഒരു പാട്ട് എഴുതാനാണെങ്കിൽ ഗാന ലിഖിയേ, ഗാന. ഗാന മീൻസ് പാട്ട്, പാട്ട് എഴുതൂ. ഓക്കെ, അടുത്തത് റീഡ്. റീഡ് മീൻസ് വായിക്കുക അല്ലെ. അപ്പൊ റീഡ്, പഠിയേ, പഠിയേ. റീഡ്, പഠിയേ, വായിക്കൂ. പുസ്തക് പഠിയേ, പുസ്തകം വായിക്കൂ. കവിത പഠിയേ, കവിത വായിക്കൂ. അനുച്ഛേദ് പഠിയേ, പാരഗ്രാഫ് വായിക്കൂ. ഓക്കെ, അടുത്തതാണ് സിറ്റ്. സിറ്റ് മീൻസ് ഇരിക്കുക അല്ലെ. ബൈഠിയേ. സിറ്റ്, ഇരിക്കാൻ നമ്മൾ എങ്ങനെ ഹിന്ദി പറയേണ്ടത്? ബൈഠിയേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോറൂമിലോ അല്ലെ, നമ്മൾ ഗോൾഡ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അവര് വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് നമ്മളോട് സംസാരിക്കാറുള്ളത് അല്ലെ. അപ്പൊ അവര് നമ്മളോട് ഇരിക്കാനൊക്കെ എങ്ങനെയാ പറയുന്നത്? പ്ലീസ് സിറ്റ് ഡൗൺ അല്ലെങ്കിൽ ടേക്ക് യുവർ സീറ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഹിന്ദിയിൽ എങ്ങനെയാ പറയേണ്ടത്? ബൈഠിയേ, ബൈഠിയേ, ആയിയേ ഓർ ബൈഠിയേ, വരൂ, ഇരിക്കൂ. അപ്പൊ സിറ്റ് മീൻസ് ബൈഠിയേ, ഇരിക്കൂ. അടുത്തതാണ് വോക്ക് സ്ലോലി. വോക്ക് സ്ലോലി. വോക്ക് മീൻസ് നടക്കുക. സ്ലോലി എന്ന് വെച്ചാൽ എന്താണ്? സ്ലോ, പതിയെ അല്ലെ. വോക്ക് സ്ലോലി, പതിയെ നടക്കൂ അല്ലെ, പതിയെ പോകൂ. അപ്പൊ അതിന് ഹിന്ദിയിൽ എന്താ പറയേണ്ടത്? ധീരെ ചലിയേ, ധീരെ ചലിയേ. വോക്ക് സ്ലോലി, ധീരെ ചലിയേ, പതിയെ നടക്കൂ അല്ലെങ്കിൽ പതിയെ പോകൂ. ഓക്കെ, ഇനി ഗോ ഫാസ്റ്റ് എന്നാണെങ്കിലോ ഗോ
ഫാസ്റ്റ് ഗോ എന്നുള്ളതിന് ജാന, നേരത്തെ നമ്മൾ പഠിച്ചു ഗോ, ജായേ. ഇനി ഫാസ്റ്റ് എന്നാണെങ്കിലോ, ഫാസ്റ്റ് എന്നുള്ളതിന്റെ ഹിന്ദി വാക്കാണ് ജൽദി. ജൽദി വേഗം അല്ലെ, ഗോ ഫാസ്റ്റ് വേഗം പോവും. അവിടെ വീട്ടിൽ ആരോ വന്നിട്ടുണ്ട്, നീ വേഗം പോവൂ എന്നെങ്ങനെ പറയാം? ഗോ ഫാസ്റ്റ്, ജൽദി ജായേ, ജൽദി ജായേ. അടുത്ത നോക്കാം, ഗോ സ്ട്രൈറ്റ്. ഗോ സ്ട്രൈറ്റ്. സ്ട്രൈറ്റ് മീൻസ് നേരെ അല്ലെ, നേരെ. ഗോ എന്ന് വെച്ചാലോ പോവുക. അപ്പൊ ഗോ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ പോകൂ. നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാറുള്ള ഒരു വാക്യമാണിത്, ഗോ സ്ട്രൈറ്റ്. സീതേ ജായേ, സീതേ ജായേ, നേരെ പോകൂ. അതുപോലെ ലിസൺ, നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുള്ളത്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കുന്ന നമ്മളെപ്പോഴും പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ ലിസൺ, ലിസൺ ടു മീ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ ലിസൺ എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്ന വാക്കാണ് സുനിയേ, കേൾക്കൂ, എന്നെ ഒന്ന് കേൾക്കൂ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ അല്ലെ, മേരി ബാത് സുനിയേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഓക്കെ. അടുത്തതാണ് ലുക്ക്. ലുക്ക് എന്ന് വെച്ചാൽ നോക്കൂ. ഹിന്ദിയിൽ എങ്ങനെയാണ്? ദേഖിയേ. ലുക്ക്, ദേഖിയേ, നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇങ്ങോട്ട് നോക്കൂ എന്നാണെങ്കിൽ എങ്ങനെ പറയാം? ലുക്ക് ഹിയർ അല്ലെ, ഹിയർ മീൻസ് ഇവിടെ. ലുക്ക് ഹിയർ, ഇവിടെ നോക്കൂ അല്ലെ. അപ്പൊ അതിന് ഇവിടെ എന്നുള്ളതിന് ഇധർ, എന്താണ്? ഇധർ. ലുക്ക് ഹിയർ, ഇധർ ദേഖിയേ, ഇവിടെ നോക്കൂ. ലുക്ക് ഹിയർ, ഇധർ ദേഖിയേ, ഇവിടെ നോക്കൂ. അപ്പോ ഇവിടെ നോക്കൂ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് അങ്ങോട്ട് നോക്കൂ അല്ലെങ്കിൽ അവിടെ നോക്കൂ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലുക്ക് ദർ. ദർ മീൻസ് അവിടെ അല്ലെ. ലുക്ക് ദർ, അവിടെ നോക്കൂ. അപ്പോ ഇധർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇവിടെ എന്നാണ്. അപ്പോ അവിടെ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് ഉധർ. ഉധർ. ലുക്ക് ദർ, ഉധർ ദേഖിയേ, ഉധർ ദേഖിയേ, അവിടെ നോക്കൂ. ലുക്ക് ദർ, ഉധർ ദേഖിയേ, അവിടെ നോക്കൂ. ഇനി നമുക്ക് എന്തെങ്കിലും ഓപ്പൺ ചെയ്യണം. അത് ഡോർ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സ് ആവാം, അൽമാര ആവാം, അപ്പൊ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അത് ഓപ്പൺ ചെയ്യണം എന്നാണെങ്കിൽ ഓപ്പൺ എന്നുള്ള വാക്കിന് നമുക്ക് എങ്ങനെ പറയാം ഹിന്ദിയിൽ? ഖോലിയേ. ഖോലിയേ. ഓക്കെ. ഇനി വാതിൽ തുറക്കൂ എന്നാണെങ്കിൽ എങ്ങനെ പറയാം? ദർവാസ ഖോലിയേ, വാതിൽ തുറക്കൂ. അടുത്തത് പ്ലേ. കുട്ടികളോട് ടീച്ചേഴ്സ് ഒക്കെ പറയും കളിക്ക് അല്ലെ, അല്ലെങ്കിൽ കുട്ടികളോട് അമ്മമാര് പറയാറുണ്ട് കളിക്കൂ. അപ്പൊ അതെങ്ങനെ ഹിന്ദി പറയാം? പ്ലേ ഖേലിയേ. പ്ലേ ഖേലിയേ, കളിക്കൂ. ഖേലിയേ, കളിക്കൂ. ഓക്കെ. ഫുട്ബോൾ ഖേലിയേ, ഫുട്ബോൾ കളിക്കൂ. ഓക്കെ. അഖേല ഖേലിയേ, ഒറ്റയ്ക്ക് കളിക്കൂ. ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കൂ എന്നെങ്ങനെ പറയാം? ദോസ്തോं के साथ खेलिए. ദോസ്ത് മീൻസ് ഫ്രണ്ട്, കെ സാത്ത് എന്ന് വെച്ചാൽ കൂടെ. ദോസ്തോं के साथ ഫ്രണ്ട്സിന്റെ കൂടെ. ദോസ്തോं के साथ खेलिए, കൂട്ടുകാരുടെ ഒപ്പം കളിക്കൂ. അടുത്തത് ഈറ്റ്. ഈറ്റ് മീൻസ് കഴിക്കൂ അല്ലെ. ഖായിയേ. ഈറ്റ്, ഖായിയേ, കഴിക്കൂ. ഓക്കെ. അടുത്തതാണ് സിംഗ്. നേരത്തെ നമ്മൾ പഠിച്ച കഴിക്കൂ അല്ലെ, ഖായിയേ, അതും ഇതും തമ്മിൽ മാറിപ്പോരുത്. നേരത്തെ പഠിച്ച ലെറ്റർ ഖായ ആണെങ്കിൽ ഇത് ഗായാണ്, ഗ. ഓക്കെ. ഗംഗയുടെ ഗ, മറ്റേത് ഖ, ഖർഗോഷിന്റെ ഖ. സിംഗ് എന്ന് വെച്ചാ പാടൂ. ഗായിയേ. സിംഗ്, ഗായിയേ, പാടൂ. സിംഗ്, ഗായിയേ, പാടൂ. താങ്കൾ പാടൂ, ആപ് ഗായിയേ. ഓക്കെ. താങ്കൾ പാടൂ. അടുത്തത് കട്ട്. കട്ട് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കട്ട് ചെയ്യുക, മുറിക്കുക. അപ്പൊ ഹിന്ദിയില് അതുമായിട്ട് സാമ്യമുള്ള ഒരു വാക്കാണ് കാട്ടിയേ. കട്ട്, കാട്ടിയേ, മുറിക്കൂ. അപ്പോ ഇന്ന് പഠിച്ച 20 വാക്കുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.